ഹായ് എവരി വൺ. അപ്പോൾ ഞാനിന്ന് അസെൻഷൻ കാർഡ്സ് കൊണ്ട് ഞാനൊരു റീഡിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഗാർഡിയൻ ഡീറ്റെയിൽസ് ഏതാണ് 2 പൈലൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഫോൺ ഹാങ് ആയി ഡിലീറ്റ് ചെയ്ത വീഡിയോസൊക്കെ പോകേണ്ടി വന്നു. സോ മേ ബി ഏഞ്ചൽസിന് അങ്ങനെ പബ്ലിക്കായിട്ട് വരാൻ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. 2 പ്രാവശ്യം അങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വേറെ റീഡിങ് ചെയ്യാമെന്ന് കരുതുന്നു. എനിക്ക് പാസ്റ്റ് ലൈഫായിട്ടുള്ള റീഡിങ് ചെയ്യാനാണ് ഫീൽ ചെയ്തത് ഇൻറ്റ്യൂട്ടീവ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണുമായിട്ട് അഗാധമായിട്ടുള്ള ഇഷ്ടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അട്രാക്ഷൻ. പക്ഷെ അവർക്കാണെങ്കിൽ തിരിച്ചങ്ങനെ ചിലവർക്ക് ഉണ്ടായിരിക്കും, ചിലവർക്ക് പുറത്ത് കാണിക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതൊരു പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു റീസൺ? ഇവിടെ പൈലൊന്നും വെക്കുന്നില്ല. ഇറ്റ്സ് എ ജനറൽ റീഡിങ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. പിന്നെ എന്നോട് അവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളാണെങ്കിൽ അവളായിട്ട് എടുക്കുക. എനർജിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ എനർജിയാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് നോക്കാം. ഡെത്ത് കാർഡാണ് ഫസ്റ്റ് കിട്ടിയ കാർഡ്. ഹാങ്ഡ് മാൻ ആണ്, റിവേഴ്സാണ് കരുത്. ഹാങ്ഡ് മാൻ എന്താണ് ഈ ഡെത്ത് കാർഡ്? ഒരുപാട് കാർഡ്സ്, ഒരുപാട് വീഡിയോസിൽ ഡെത്ത് വരാറുണ്ട്. നമ്മൾക്ക് എന്താ ഡെത്ത് എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെയാണ്. ധനികനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും മരണം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഞാൻ ധനികനാണ്, എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സൈറ്റ് കാണാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമദേവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇല്ല. നമ്മുടെ ആ ഒരു ടൈം, ആ സമയത്ത് നമ്മൾ പോകേണ്ടി വരും. ഒരു നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോയെന്ന് അറിയില്ല, ഒരു യമദേവൻ വന്നിട്ട് ഒരു അമ്മമ്മ ലഡ്ഡു കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ലഡ്ഡു കൊടുത്തിട്ട് മരുമോളെ കൊണ്ടുപോകുന്ന സീന്, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. കാരണം തമാശയാണെങ്കിൽ പോലും ഞാനൊന്ന് പണ്ടത് വിശ്വസിച്ചിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരാൾ വരിക. പക്ഷേ ഞാൻ ഈ ഒരു സ്പിരിച്വൽ സൈഡിലേക്ക് വന്നു, ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് തുടങ്ങിയപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്തതിൻ്റെ അപ്പുറം നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യം ഇനിയും കിടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ മെല്ലെ എത്തി വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എനർജീസ് എല്ലാം ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ റൂമിലൊക്കെ പല സോളുകളും വന്ന് പോകുന്നൊക്കെ ഉണ്ടായിരിക്കും. ചിലവരുടെ ഫാമിലിയിൽ സപ്പോർട്ടിങ് സോളുകൾ എപ്പോഴും നിൽക്കുന്നത് കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഡെത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് എന്തുകൊണ്ടാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ട് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാൻ കൂടിയിട്ടാണ്. ഇപ്പോൾ ചിലവരുടെ കേസിൽ ഓരോരുത്തർ വരും, നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ആളുകളും പലതാ പഠിപ്പിക്കുക. ചിലവർ നമ്മളോട് സ്നേഹം, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ട് അവർ പോകും. നമ്മളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ട് അവർ പോകും. നമുക്ക് ഒരുപാട് ദേഷ്യമുള്ള പേഴ്സൺ ആണെങ്കിൽ അവർ വന്നതിന് ശേഷം നമ്മൾ ഭയങ്കര സോഫ്റ്റും കൈൻഡ് ഹാർട്ടഡ് ആയിട്ട് എമ്പതി നമ്മളെ പഠിപ്പിച്ചിട്ട് അവർ പോകും. ഇങ്ങനെ ഒരുപാട് പേര് വന്ന് പോയവരുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ വെള്ളം കുടിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്, ചില ക്ലയൻറ്റ്സ് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പെർമനൻ്റ് ഉള്ളവരല്ല. അവരൊരു ഷോർട്ട് ടൈമിൽ നിങ്ങൾ പുഷ് ചെയ്യാൻ വേണ്ടി വരുന്നതൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന സോളാണ്. നിങ്ങളെല്ലാവരും നോത്തോട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കര സ്റ്റക്ക് സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനായി നോത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഒരു ഹാങ്ഡ് മാൻ ആണ്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്നവർ എനിക്ക് പറയാനുള്ളത് ഇന്നൊരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് മെഡിറ്റേഷനിൽ ഇരിക്കുക. വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് മ്യൂസിക്സ് വയ്ക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മ്യൂസിക്സോ ഒന്നുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ആ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. മെല്ലെ പറ്റും. യെസ്, ഉള്ളതിൽ ഹാപ്പി അല്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരു മുകളിലൊരു കൂരയുണ്ട്, കഴിക്കാൻ ഫുഡുണ്ട്, വെള്ളമുണ്ട്, കിടക്കാനൊരു ഇതുണ്ട്. അതല്ലേ ഏറ്റവും വലിയ. ഇതുപോലും ഇല്ലാത്തവർ എത്ര പേര് ഈ മഴയത്തൊക്കെ പുറത്ത് കിടക്കുന്നവരുണ്ട്. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചു, ഞാനൊക്കെ സേഫായിട്ട് കിടന്നുറങ്ങുക. കുറേ പേര് ഈ തിണ്ണമ്മയിലൊക്കെ കിടക്കുന്നവരുണ്ട്, അവർക്ക് നല്ല തണുപ്പും ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ നമ്മൾ വൈബ്രേഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ വൈബ്രേഷൻസ് കൊടുക്കുക. പറ്റുന്നവർ എന്തെങ്കിലും ബ്ലാങ്കറ്റോ ഫുഡോ വെള്ളമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായി. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് കണക്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലെസ്സിങ്സ് ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ മാത്രം നോക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോൾ പർപ്പസ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ഉണ്ടോയെന്നല്ലേ. യെസ്, വേൾഡ് കാർഡാണ്. പല ലോകങ്ങളിൽ നിങ്ങൾ 2 പേരും തമ്മിൽ കണ്ടുമുട്ടിയിട്ടും കഴിഞ്ഞു പോയതാണ്. കംപ്ലീറ്റ് ആവാത്ത ഒരുപാട് കോൺട്രാക്റ്റും കൊണ്ടുവന്നതാണ്. യെസ്, നിങ്ങൾ 3 ഓഫ് കപ്സ് എനർജിയിൽ ഇരിക്കേണ്ട ആളുകളാണ്. പക്ഷേ നിങ്ങൾ റിവേഴ്സായിട്ട് എന്താണ് ഇരിക്കുന്നത്?
സന്തോഷിക്കുക, ലൈഫിൽ സന്തോഷിക്കുക. അതുകൊണ്ടല്ലേ വീക്കെൻഡൊക്കെ വെച്ചിട്ടുള്ളത്. എന്നും ഞങ്ങൾ ഈ ജോലി നോക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റിലാക്സ് വേണം, ലെറ്റ് ഗോ ചെയ്യണം, ബ്രേക്ക് ദ സൈക്കിൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യണം, പ്രോപ്പർ സ്ലീപ്പ്, ഫുഡൊക്കെ വേണം. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾ ആരൊക്കെയോ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ആർക്കേഞ്ചൽ ഗബ്രിയേലാണിത്. ഗബ്രിയേലുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. മേ ബി നിങ്ങളുടെ ആർക്കേഞ്ചൽസ് ഗബ്രിയേലായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ആളുകൾ ആരും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. നമുക്ക് ചില ഗോഡുകളെ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഡിവൈന് വേണ്ടി കണക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു സോളുമായിട്ടുള്ള കണക്ഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ഹനുമാൻ സ്വാമിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ മദർ മേരി, അതുപോലെ അങ്ങനെ ഓരോ സെൻറ്റ് ജോസഫ് സെബാസ്റ്റ്യൻ, അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെയായിട്ട് വേണം കണക്ട് സെൻറ്റ് ആൻ്റണി. അപ്പോൾ അവരോട് കണക്ട് ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഇപ്പോൾ ചർച്ച് സെൻറ്റ് ആൻ്റണിയായിരുന്നു. 3 ദിവസം മുന്നേ ആയിരുന്നു പെരുന്നാളൊക്കെ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി ഇങ്ങനെ ഞാൻ മെഡിറ്റേഷനാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേഷൻ പോലെയാണ് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനർജിയൊക്കെ നല്ല എനർജിയായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ റിലീജിയനായിട്ടല്ല, സ്പിരിച്വലാണ്, എല്ലാം ഒന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. കൂടുതലും സ്പിരിച്വൽ ജേർണി വന്നപ്പോൾ ഈ ബൈബിൾ സൈഡും കാര്യങ്ങളും ആർക്കേഞ്ചൽസിനൊക്കെയാണ് കൂടുതൽ പരിചയപ്പെട്ടത്. പക്ഷെ അവർ തമ്മിൽ വിളിച്ചാലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് മതമൊക്കെ ഉണ്ടെങ്കിൽ അവർ വരുമോ? ഇല്ല. അപ്പോൾ മതമൊന്നുമില്ല. ഇവരൊക്കെ ഹയ്യർ സോളുകൾ, ഒരുപാട് നാൾ ഭൂമിയിൽ വന്ന് അവരെ കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ ജനിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഓരോരോ പൊസിഷൻ കിട്ടിയിട്ട് മുകളിൽ ഇരിക്കുന്നവരാണ് ഏഞ്ചൽസ്, ദേവതകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരാര് വിളിച്ചാലും വരും. അവരുടെ ഡ്യൂട്ടി, അവർക്ക് കൊടുത്ത ഡ്യൂട്ടി എന്താണ്? എർത്തിൽ സോളുകൾ ആര് വിളിച്ചാലും അവർക്ക് വേണ്ടിയിട്ട് ഗൈഡൻസസ് കൊടുക്കുക. പക്ഷെ നമ്മളാരും കണക്ട് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചോളാം. നിങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹിൻഡ് കൊടുന്നു തരും. നിങ്ങൾക്ക് പല രീതിയിൽ ഹിൻസും കാര്യങ്ങളും കിട്ടും. ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻസ് ചെയ്തപ്പോഴേ വിൽ ദിസ് വർക്ക് എന്നുള്ളൊരു ഇതായിട്ടാണ് കത്തിച്ചത് കേട്ടോ, കരിയറിന് റിലേറ്റഡായിട്ട്. അപ്പോൾ അത് കത്തിച്ചു. ആ പേപ്പർ കത്തിയിട്ട് ഞാൻ പറഞ്ഞു തോന്നുന്നു ഒരു ലൈവ് വീഡിയോയിൽ, ദിസ് വർക്ക് എന്ന് മാത്രം കത്തിയില്ല, ബാക്കിയൊക്കെ കത്തി. അത് നമുക്ക് അവർ ഇൻഡ്യൂറ്റീവ്ലി പറയുന്നത് ഇത് വർക്ക് ചെയ്യും, നീ ഒന്ന് സമാധാനപ്പെടുമെന്ന് എന്നോട് പറഞ്ഞത്. അതാണ് പറയുന്നത്. അത് ഭയങ്കര എന്താ പറയുക, മിറാക്കിളായിട്ട് തോന്നും നമുക്ക്. വിശ്വസിക്കുന്നവർക്ക് അതാണ്, അല്ലാത്തവർക്ക് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളെ പേഴ്സണുമായിട്ടും ഒരു കണക്ഷൻസ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണുമായിട്ടാണ് കണക്ഷൻ എന്ന്. അല്ല, നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാവരുമായിട്ട് പകുതി കണക്കുള്ളത് കൊണ്ടാണ് പകുതി ബാക്കി. ഇപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലൈഫിലേക്ക് പോകുന്നത്. ബാക്കി ക്ലൈമാക്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ആണ് നടക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പോൾ കാണുന്ന 96%, 97% ആളുകളും നിങ്ങൾ കണ്ടവർ തന്നെയാണ്. അതിൽ 1-2% മാത്രമായിരിക്കും വേറെ സോള്. മേ ബി നമ്മുടെ ഫാമിലി ലൈനിൽ ആരെങ്കിലും സോൾ കോൺട്രാക്റ്റ് എടുത്ത് വെച്ച് അവർ നമ്മളിലേക്ക് വന്ന് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുമായിട്ടും കണക്ഷൻസ് ഉണ്ട്. നല്ല കണക്ഷൻസ് ഉണ്ടോ മോശം കണക്ഷൻസ് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെത്താണ്, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, ഹാങ് ആയി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നല്ല വിസ്റ്റംസ് വരുന്നു, ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യും. ക്രൗൺ ചക്ര മെയിൻ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻസ് ആണ്. ബി ബ്ലെസ്ഡ് ഓൾവേസ്. നമ്മൾ പറഞ്ഞാൽ ബ്ലെസ്ഡ് ആണ്, ബ്ലെസ്ഡ്. ഞാൻ സബ് കോൺഷ്യസ് ഹീലിംഗ് വരുമ്പോൾ അവർക്ക് സെൽഫ് മിറർ പ്രാക്ടീസായിട്ട് കുറച്ചൊരു അഫർമേഷൻസ് 10 കൊടുക്കാറുണ്ട്. ചെയ്തവർക്ക് അറിയാൻ സാധിക്കും, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അതിൽ അഫർമേഷൻസ് പറയുമ്പോൾ തന്നെ ഭയങ്കര വൈബ്രേഷനാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ 13, 12, 4, 10, 10, 3, 21 അതൊക്കെയാണ് മേജർ ആർക്കാന കാർഡ്സാണ്. നമുക്ക് 1, 2, 3, 4 മേജർ ആർക്കാന കാർഡ്സാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എനർജി മേജർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാസങ്ങൾ നിൽക്കാം, കൊല്ലങ്ങൾ നിൽക്കാം. മൈനർ ആർക്കാന വരുമ്പോൾ അതൊക്കെ ഒരു 1 ഡേ എനർജിയിൽ പോകും. ഈ എനർജി കൂടെ നിൽക്കാം കേട്ടോ. മേ ബി ഈ മന്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് 2 months വരെയൊക്കെ നിൽക്കാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. കീപ് ഗോയിങ്, എനിക്ക് പറയാനുള്ളത് കീപ് ഗോയിങ്. അപ്പോൾ നിങ്ങൾ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഇരിക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. കൂടുതൽ മോശം കർമ്മങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നല്ല രീതി, നല്ല ചിന്തകൾ, നല്ല രീതിയിലുള്ള ഹാർമോണിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ ചെയ്ത വീഡിയോയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരുന്നു ആർക്കേഞ്ചൽസ് പറഞ്ഞത്. നിങ്ങൾ നല്ല ചിന്തിക്കും, നിങ്ങളുടെ ചിന്തകളും വർക്ക് ഡീഡൊക്കെ നല്ലതാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. അതിൽ 4 ആർക്കേഞ്ചൽസാണ് വന്നത്. പക്ഷേ നമുക്കത് പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഇല്ല, അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആയിട്ട് പോയത്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ടുള്ള ആർക്കേഞ്ചൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ ലൈവിൽ ചോദിക്കാറ്. ലൈവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ ലൈവിൽ വരുന്നത് ഒരുപാട് പേരും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ ആർക്കേഞ്ചൽസും അല്ലെങ്കിൽ ഡിവൈനും അവരെ വാല്യൂ ചെയ്യാതെ വരുമ്പോൾ അവർ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ എൻ്റെ ചാനലിലും എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും കാണുന്നവർക്കും എനർജി വരും. അതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് പ്രൈവറ്റായിട്ട് വരുന്നവർക്ക് റീഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ വിസ്റ്റംസ് അങ്ങനെ ഷെയർ ചെയ്താൽ മതി. ഇതാണ് എസെൻഷ്യൽ കാർഡ്സ് ഇരിക്കുന്നത്, ഡയാന കൂപ്പറിൻ്റെ. ഓക്കെ, സോ ഒരുപാട് വിസ്റ്റംസ് ഉണ്ട് ഈ ഒരു കാർഡ്സിൽ കേട്ടോ. യെസ്, എഗെയിൻ 5 ഓഫ് കപ്സ് ആണ്. ബാക്കി പെയിൻ റിലേറ്റഡ് ഇഷ്യൂസസ് വരാനുള്ള ചാൻസസ്. 4 ഓഫ് പെൻഡക്കിൾസ്. ഈ ഒരു 4 ഓഫ് പെൻഡക്കിൾസ് എന്താണ്? ഭയങ്കര പൊസസീവ്, എനിക്ക് മാത്രം, സെൽഫിഷാണ്. എന്തിനാണ് ഈ സെൽഫിഷ് ആവുന്നത്? അറിവില്ലായ്മ കൊണ്ടാണ്, നല്ല വിസ്റ്റംസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മാത്രം എന്ന ചിന്ത. നമ്മളുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് അവരെ കാണുന്ന സന്തോഷം അത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് അത് ഹാപ്പിയാക്കും, പീസാക്കും വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. 4 ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നു, കപ്സ് ഉണ്ട്, എഗെയിൻ കപ്സ് കാണിക്കുന്നു, ആർക്കേഞ്ചൽ ഗബ്രിയലിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കേഞ്ചൽ ഗബ്രിയലിനെ ഇൻവോക്ക് ചെയ്യാം. ഇങ്ങനെ ഇവരൊക്കെ ഇൻവോക്ക് ചെയ്യുമ്പോഴേ, ഞാനിങ്ങനെ ആകാശത്തെ കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ഒരു ആർക്കേഞ്ചൽസ് ഇൻവോക്ക് ചെയ്യുമ്പോൾ അവർ ശരിക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ വന്ന് നിൽക്കുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കും. അവരുടെ ആ ഒരു ചൂട്, അവരുടെ ആ ഒരു പ്രസൻസ്, ആ സോഡിന്, എനിക്ക് സോഡിൻ്റെ ആ ഒരു ശബ്ദം, സോഡിൻ്റെ ലൈറ്റൊക്കെ കണ്ണടച്ചാലും കാണാൻ സാധിക്കാറുണ്ട്. കാരണം ശരിക്കും ഫീൽ ചെയ്യും. ഞാൻ ഇങ്ങനെ റീഡ് ചെയ്ത് കൊടുക്കുമ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ, ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞപ്പോഴും അവർക്കും ഫീൽ ചെയ്യും, ശരിക്കും ഒരു വന്ന് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. കാരണം അതങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ചുമ്മാ പറയുന്ന, ആർക്കേഞ്ചലിനെ വിളിക്കുമ്പോൾ അവർ വരുന്നുണ്ടോ, അതിപ്പോൾ നമുക്ക് കാണുന്നില്ല. പക്ഷെ ശരിക്കും വന്ന് പോയി ഹീലിംഗൊക്കെ ചെയ്ത് പോകുന്നത്, കോട്ട് കട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആർക്കേഞ്ചൽസ് വന്ന് ചെയ്ത് പോകുന്നതാണ്, ശരിക്കും ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ എന്ത് നെഗറ്റീവ് എനർജി ആണോ നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഫോർഗീനസ് ചെയ്യുക, കോഡ് കട്ട് ചെയ്യണം, കോഡ് കട്ട് ചെയ്യുക. അതുപോലെ ഹാർട്ട് ചക്ര നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിലാണ് വിഷമം കാണിക്കുന്നത്, അറ്റാച്ച്മെൻറ്റ്. അവരെൻ്റെ കൂടെ വന്നില്ല, അവരെനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്തില്ല, എന്തിനാണ് അവരെ നോക്കുന്നത്? നമുക്ക് നമ്മളെ നോക്കിക്കൂടെ? അപ്പോൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെയും ജേണി തന്നിട്ടുള്ളത്. ട്വിൻ ഫ്ലെയിം ആണെങ്കിലും ഹയർ ലെവലാണെങ്കിലും അസെൻഡഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സിന് എന്ത് ജേണി ആണെങ്കിലും എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ സ്നേഹിക്കാനുമാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. എർത്തിൻ്റെ വൈബ്രേഷൻസ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെൽഫ് ലവ് കൂടുന്നതനുസരിച്ചിട്ടാണ് ലവ് എനർജി. കാരണം ലവ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജി ലവ് ആണ്. ആ ലവ് എനർജിയിലൂടെ ഏതൊരു കല്ലിനെയും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇതിൽ കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുക. ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെയൊക്കെ ആകുമ്പോഴേക്കും മോർണിംഗോ ഒരു ഉച്ചയുടെ ഉള്ളിലൊക്കെ റീഡിങ്സ് കിട്ടുന്നതായിരിക്കും. പ്രീ ബുക്ക് ചെയ്തിട്ടാണ് റീഡിങ്സ് എടുക്കുക. നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ റീഡിങ് കിട്ടണമെന്നില്ല. കാരണം എനിക്ക് മുന്നത്തെ ബുക്കിംഗ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അന്ന് എന്തെങ്കിലും ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എനർജി എടുക്കാറില്ല. 1 ഡേ കഴിഞ്ഞിട്ടായിരിക്കും റീഡിങ്സ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വരിക. അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി എപ്പോൾ റീഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് തിരിച്ച് പേയ്മെൻറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. കാരണം ആ ഒരു എനർജി നമ്മൾ കൂടി എടുക്കേണ്ട ആവശ്യമില്ല. ട്രസ്റ്റ് ഉള്ളവർ, വിശ്വാസമുള്ളവർ, നിങ്ങൾക്ക് എൻ്റെ എനർജിയുമായി കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്യുക. ചാനൽ കാണും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ എനർജി മാച്ച് ആയിട്ടുള്ള ചാനൽസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ആരും നിർബന്ധിക്കുന്നില്ല. നമുക്ക് എല്ലാവരുമായിട്ട് ഇപ്പോൾ നിങ്ങളാരും ഞാൻ കാണുന്നില്ല. എൻ്റെ അടുത്ത് എത്ര പേര് ക്ലയൻസ് വന്നു ആരും നേരിട്ട് കാണുന്നില്ല. പക്ഷെ നമുക്ക് ആ സോൾ കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്നിലൂടെ നിങ്ങൾക്കൊരു എനർജി കിട്ടുന്നത്, നിങ്ങളിലൂടെ എനിക്കും എന്തെങ്കിലും ലെസൺസ് പഠിക്കാനുണ്ട്. അങ്ങനെയാണ് എല്ലാവരുമായിട്ട് കണക്ഷൻസ് വരുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് അത്രയും സിമ്പിളറാവും. നമ്മൾ ഭയങ്കര ശാന്തതയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഹാങ് ആയി കിടക്കാതെ ദയവ് ചെയ്ത് കിട്ടുന്ന വിസ്റ്റംസ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ലൈഫിനെ സൂപ്പർബായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് പ്ലാനിങ് ഒന്നും അറിയുന്നില്ലെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിങ്ങിൻ്റെ ലെവൽ 2nd അഡ്വാൻസ്ഡ് ലെവലുണ്ട്. അതിലാണ് നമ്മൾ ഈ കരിയർ കണ്ടുപിടിക്കാനും കരിയർ പർപ്പസും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹോപ്പനപ്പനും ടെക്നിക്സും ഒരുപാട് വേയ്സിനൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമ്മുടെ ഇന്നർ ചൈൽഡിനെ റിലീസ് ചെയ്യാനും പിന്നെ ഒരുപാട് ടെക്നിക്സ് അവിടെ ഉണ്ട്. നമ്മുടെ മെയിനായിട്ട് നമ്മളെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസിനെ നോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു 21 ഡേയ്സിന് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണം എന്നുള്ളവർ പെയ്ഡ് ആയിരിക്കും, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു.